ഇന്നത്തെ അറിയിപ്പുകൾ. ഓഗസ്റ്റ് 1 മുതൽ മൂന്നാറിൽ പ്ലാസ്റ്റിക് നിരോധനം. നിയമലംഘകർക്ക് 2.5 ലക്ഷം വരെ പിഴ ഈടാക്കും. നിയമലംഘനം അറിയിക്കുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും 1/2 ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകളും വിൽക്കുന്നതിനും ഉപയോഗിക്കുന്നതിനുമാണ് മൂന്നാർ പഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. 2025 ജൂണിലെ ഹൈക്കോടതി ഉത്തരവ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ നടപ്പാക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന 1/2 ലിറ്ററിൽ താഴെയുള്ള ശുദ്ധജല കുപ്പികൾ, ശീതളപാനീയ കുപ്പികൾ, പ്ലാസ്റ്റിക് ബാഗുകൾ, പേപ്പർ പ്ലേറ്റുകൾ, പേപ്പർ ഗ്ലാസുകൾ, സ്ട്രോ, ക്യാരി ബാഗുകൾ തുടങ്ങിയവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തും. ഇത്തരം സാമഗ്രികൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾക്ക് കനത്ത പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്താൽ 10,000 രൂപയാണ് പിഴ. 2ാം തവണയും പിടികൂടിയാൽ 25,000. 3ാം തവണ 2.5 ലക്ഷം രൂപയും പിഴ ഈടാക്കും. മാലിന്യം വലിച്ചെറിയുന്നതിനും പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനും പിഴ ഈടാക്കും. പൊതുജനങ്ങൾക്കും നിയമലംഘനം കണ്ടെത്തി പഞ്ചായത്ത് അധികൃതരെ തെളിവ് സഹിതം അറിയിക്കാം. വിവരം നൽകുന്നവർക്ക് പിഴത്തുകയുടെ 25% പാരിതോഷികമായി നൽകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. സതീശനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായില്ലെന്ന് റിപ്പോർട്ട്. അന്വേഷണം അവസാനിപ്പിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ്. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ കേസുകളിൽ നിന്ന് സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സതീശനെതിരായ കേസ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ വി.ഡി. സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചുകൊടുക്കാനുള്ള പദ്ധതിയിലാണ് ക്രമക്കേട് നടന്നതെന്ന ആരോപണമുയർന്നത്. എറണാകുളം ആസ്ഥാനമായ സന്നദ്ധ സംഘടനയായ മണപ്പാട്ട് ഫൗണ്ടേഷൻ വഴിയാണ് പുനർജനി പദ്ധതി നടപ്പാക്കിയത്. ഫണ്ടുകൾ കൈകാര്യം ചെയ്തത് മണപ്പാട്ട് ഫൗണ്ടേഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയും ഫൗണ്ടേഷനിലെ FCRA അക്കൗണ്ട് വഴിയുമാണെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ വി.ഡി. സതീശനെതിരെ തെളിവുകൾ കണ്ടെത്താനാകാത്തതിനെ തുടർന്ന് കേസിന്റെ തുടർ നടപടികൾ വേണ്ടെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ. VP ജോയ് അധ്യക്ഷനായ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പെൻഷൻ പരിഷ്കരണത്തിൽ നിർണായക മാറ്റത്തിനൊരുങ്ങുന്നു. നിലവിൽ 5 വർഷത്തിലൊരിക്കൽ നടപ്പാക്കുന്ന ശമ്പള പരിഷ്കരണം ഇനി 10 വർഷത്തിലൊരിക്കൽ മതിയെന്ന രീതിയിലേക്ക് മാറ്റാനാണ് ആലോചന. ഇതിനായി VP ജോയ് അധ്യക്ഷനായ ശമ്പള പരിഷ്കരണ കമ്മീഷൻ പുനഃസംഘടിപ്പിക്കാനാണ് തീരുമാനം. കമ്മീഷനിലേക്ക് പുതിയ അംഗങ്ങളെ കണ്ടെത്താനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. 1ാം പിണറായി സർക്കാരിന്റെ അവസാന ഘട്ടത്തിലാണ് അവസാന ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം പുറത്തുവിട്ട ധവളപത്രത്തിലും ശമ്പള പരിഷ്കരണം 10 വർഷം കൂടുമ്പോൾ മതിയെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.